ഇത് കണ്ട അടിപൊളി നെയ്യ് റെഡി ആയിട്ടുണ്ട്. കടയിൽ ഇത് തോറ്റുപോകും. മക്കളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മക്കളുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കളോട് എല്ലാവരും കൂട്ടുകൂടണം, മറന്നു പോകരുത്. തിരിച്ച് മക്കളി പറയത്തില്ല കേട്ടോ മക്കളെ. ഇന്നത്തെ ഒരു വിശേഷം എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പാലും കാച്ചണ്ട, പാടയും എടുത്ത് വെക്കണ്ട. നമുക്ക് ഇത് രണ്ടും ചെയ്യാതെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് നെയ്യ് റെഡിയാക്കാൻ പറ്റും. അതിനുള്ള സംഭവമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് ബട്ടറാണ്. ഈ ബട്ടർ വാങ്ങിച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് നെയ്യ് കാച്ചാൻ പറ്റും. ഒന്നും പണിയേ ഇല്ല, ഒന്നും വേസ്റ്റ് ആകാനും ഒന്നുമില്ല, ഒന്നുമേ ഇല്ല. ഇതങ്ങോട്ട് കവർ എടുത്തിട്ട് നമ്മൾ അടുപ്പിലോട്ട് വെക്കുക, ഒന്ന് തിളച്ച് കഴിയുമ്പം നെയ്യ് റെഡിയായി. അപ്പം ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആണെങ്കിൽ പാല് കാച്ചി തൈരാക്കി അല്ലെങ്കിൽ അതിൻ്റെ നെയ്യ് എടുത്ത് വെച്ച് പാട എടുത്ത് വെച്ച് പിന്നെ അത് ഉറയൊഴിച്ച് വെച്ച് പിന്നെ അത് നെയ്യാക്കി എന്ത് പാടാ. പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അതിനെക്കാട്ടി വലിയ വില. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഈസിയാണ്, വിലയും നമുക്ക് റീസണബിൾ ആണ്. ഇത് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. ഈ ടൈപ്പ് വാങ്ങിക്കണം. ബട്ടർ വന്നിട്ട് സോൾട്ടഡ് വാങ്ങിക്കരുത്, അൺസോൾട്ടഡ് വാങ്ങിക്കണം. ഇതാണ് നമുക്ക് നെയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ളത്. ഒത്തിരി പേർക്ക് അറിയത്തില്ല, ഇവിടെ നിറയെ പേർക്ക് അറിയത്തില്ല. ഇത് ഞാൻ പറയുമ്പോൾ കുറേ പേര് വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ ഇത് കാണുമ്പോഴാണ് അവർക്കിത് മനസ്സിലാകുന്നു, നെയ്യ് കാച്ചാൻ പറ്റുമല്ലോ എന്ന്. അതുകൊണ്ട് ഇത് ഈസിയാണ് പണി. പെട്ടെന്ന് പരിപാടി കഴിയും. അങ്ങോട്ട് ഇട്ട് ഉരുകിയ ഉടനെ നെയ്യാണ്. അപ്പോൾ ഒന്നും നമുക്ക് പണിയില്ല, ഈസി ആയിട്ട്. ഇപ്പം എല്ലാവരും അതല്ലേ നോക്കുന്നത്, ഈസി ആയിട്ടുള്ള പണിയല്ലേ നോക്കുന്നത്. അപ്പം അതിന് പറ്റിയ ഒരു സംഭവമാണ്. നമുക്ക് വലിയ പൈസ ചിലവ് ഉള്ളതല്ല ഇത് കേട്ടോ. മറ്റേതാണെങ്കിൽ എന്ത് വിലയാണ്, നെയ്ക്ക് ഭയങ്കര വിലയല്ലേ. അതിൻ്റെ കൂടെ പാല് കാച്ചി എടുക്കുന്ന അതാണെങ്കിലും വിലയാണ്. ഇതിങ്ങനെ അങ്ങോട്ട് വാങ്ങിക്കുക, കവർ എടുക്കുക, അടുപ്പയിൽ വയ്ക്കുക, നെയ്യ് ഉരുകി റെഡിയാകും. എടുത്ത് നമ്മൾ കുപ്പിയിൽ ഒഴിച്ചു വെച്ചാൽ മതി. മക്കൾ ഇത് കവർ എടുത്തിട്ട് ചീൻചട്ടിലോട്ട് ഇടാൻ പോവാണ്. അടി പിടിക്കാതെ ഇളക്കിക്കോണം. അല്ല കട്ടിയുള്ള ചീൻചട്ടിയിൽ ഇടണം കേട്ടോ. അല്ല നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഇളക്കി നമുക്ക് ഇതിനകത്തോട്ട് ഇടാം കേട്ടോ. കവർ അങ്ങോട്ട് പൊളിച്ചാൽ മതി, ഒന്നും ബുദ്ധിമുട്ടില്ല. ഇപ്പോഴത്തെ ഈ സമയമില്ലാത്ത എല്ലാവർക്കും ഇത് ഉപകാരമായിരിക്കും കേട്ടോ. കണ്ടോ, ഒന്നുമേ ഇല്ല. കഴിഞ്ഞ എൻ്റെ പരിപാടി ഇങ്ങനെ ഇളക്കിയെടുത്താൽ നമുക്ക് അടുപ്പിൽ വെച്ച് കഴിയുമ്പോൾ ഉരുകിക്കോളൂ. ഒരെണ്ണം മുഴുവൻ ഇതിനകത്തിട്ട് ഇത് ഒരെണ്ണത്തിൻ്റെ പാതി എടുക്കുന്നുള്ളൂ. കാരണം എൻ്റെ നെയ്യ് ഒഴിച്ച് വയ്ക്കുന്ന പാത്രത്തിൽ രണ്ടെണ്ണത്തിൻ്റെ നെയ്യ് മൊത്തം ഒഴിക്കാൻ പറ്റില്ല. അപ്പം 1.5 മുറി ഞാൻ എടുക്കത്തുള്ളൂ. ഇത് വലുതൊരെണ്ണം ഇതിൻ്റെ പാതി വന്നത്. ഇപ്പം മുറിക്കാൻ പോകാനേ മുറിക്ക് നോക്കി ഈസി ആകട്ടോ. ആ ഫ്രിഡ്ജിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ടൈറ്റേ ഉള്ളൂ, അല്ലാതെ മുറിക്കാൻ വയ്യാടി ഒന്നുമില്ല. ഇത് അതുപോലെ കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇതുപോലെ നെയ്യ് കാച്ചാൻ തന്നെ ഉപയോഗിക്കാം, ഒന്നും കുഴപ്പം പറ്റില്ല കേട്ടോ. ഞാൻ അടുപ്പേ വെച്ചു. ഇപ്പോൾ കണ്ടോണം പെട്ടെന്ന് നമുക്കത് നെയ്യാകുന്നത് നമുക്കത് ഇളക്കിയിട്ടിരിക്കാം കേട്ടോ. ഇത് കണ്ട ഉരുകി ഇറങ്ങുന്നുണ്ട്. നമുക്ക് പതുക്കെ ഇളക്കി അടി പിടിക്കാതെ സൂക്ഷിച്ചോണം കേട്ടോ. സിമ്മിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് സമയമാകുന്നത്. ഫുള്ള് വെച്ചാൽ ഇപ്പോൾ ചടപടോ നിങ്ങൾ ആയിക്കോളും. ഇതാ ഇത് ഫുള്ള് കണ്ട ഇതായിട്ടുണ്ട്, പെട്ടെന്നിട്ട് ഇതായത്. ഇപ്പോൾ തന്നെ നമുക്ക് 2 തല തിളച്ച് കഴിയുമ്പോൾ നെയ്യ് റെഡിയാകും. ഇപ്പോൾ ശരിക്കും നമ്മൾ പാലുറയൊഴിച്ച് വെണ്ണ എടുക്കത്തില്ലേ, ആ വെണ്ണ പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. തിളച്ചൊന്ന് ഇനിയിപ്പോൾ ഇച്ചിരി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നെയ്യ് തെളിഞ്ഞ് വരും. നമ്മൾ വെണ്ണ എടുത്താണല്ലോ നെയ്യ് എടുക്കുന്നത്, അപ്പോൾ ആ വെണ്ണയായിപ്പോയത്. ഇത് നമ്മളിനി ഇച്ചിരി ഒന്ന് ഇതായി കഴിയുന്നുണ്ടേ കറക്റ്റായ നെയ്യ് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മളത് നിർത്തിയാണ്. ഒന്നാമത് ഇത് ഇലക്ട്രിക് സ്റ്റൗ ആയതുകൊണ്ട് ഇതിലിരുന്ന് കുറച്ച് നേരം ഇതാകും. നിങ്ങൾ സ്റ്റൗവിലാണെങ്കിൽ അതിനനുസരിച്ച് നെയ്യ് തെളിഞ്ഞ് വരുമ്പോൾ അറിയാമല്ലോ. ആ പരുവത്തിൽ അങ്ങ് നിർത്തിയേക്കണം. ഞാൻ പരുവം പറയാം കേട്ടോ. ആ നെയ്യ് തെളിയുന്നുണ്ടോ? ഇപ്പം തന്നെ നമുക്ക് നല്ല ശുദ്ധമായ നെയ്യ് നമുക്ക് റെഡിയാകും. നെയ്യ് നമുക്ക് നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ല കിടിലൻ നെയ്യ് നമുക്ക് റെഡിയാകുന്നത്. അടി പിടിക്കാതെ സൂക്ഷിക്കണം, അതാണ് മെയിൻ ഇതിൽ നോക്കേണ്ടത്. നല്ല നെയ്യ് പൊങ്ങി വരുന്നുണ്ടോ? ഇച്ചിരി നേരം കൂടെ ഒന്ന് തിളക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. കണ്ട മക്കളെ, നല്ല കിടിലൻ നെയ്യ് റെഡിയായത് കണ്ടോ? അപ്പം ഞാൻ പരുവമായില്ല, പക്ഷേ ഞാൻ ഞങ്ങളുടെ സ്റ്റൗ നിർത്തുവാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രിക് സ്റ്റൗ ആകുമ്പോൾ അതിൽ തീ നല്ല കുറേ നേരം കൂടെ നിൽക്കും. അതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. ഇതിലിരുന്ന് നല്ല ഇനി ഒന്നുകൂടെ ഒന്ന് ഇതായിക്കോളും. ഇച്ചിരി തരിയുള്ളതും കൂടെ അങ്ങ് ഇതായിക്കോളും. കണ്ടോ, നല്ല ശുദ്ധമായ നെയ്യ് നമുക്ക് നല്ല മഞ്ഞ കളറി നെയ്യ് നമുക്ക് ആറുമ്പോൾ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണമൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ഇതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം, വിഷമിക്കേണ്ട. അയ്യോ പാടെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ പാല് കാച്ചണം, ഇത് എടുത്ത് കലക്കണം, മിക്സിയിൽ തടിക്കണം, എന്തൊക്കെ പണിയാണ്. ഇതൊരു പണിയില്ല. പാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക, പാത്രത്തിലോട്ട് ഇടുക, അടുപ്പിൽ വയ്ക്കുക, തിളയ്ക്കുക, ആറുമ്പോൾ എടുത്ത് കുപ്പിയിലെടുത്ത് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നിങ്ങളെല്ലാവരും പരീക്ഷിച്ചിട്ട് അമ്മക്കിളിക്ക് എല്ലാവരും കമന്റ് ഇടണേ. നല്ല കിടിലനാണ്, നല്ല മണമുണ്ട് കേട്ടോ. നല്ല ശുദ്ധമായ നെയ്യ് നമ്മൾ കുപ്പിയിലോട്ട് ഒഴിച്ച് വയ്ക്കുന്നുണ്ടാ. ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് നമ്മൾ ഉപയോഗിക്കാനാണ്. ഇതൊന്നും കളയാനില്ല. നെയ്യ് കണ്ടോ, നല്ല അടിപൊളി നെയ്യ് റെഡിയായിട്ടുണ്ട്. മൊത്തം ഇതിനകത്ത് തന്നെ അങ്ങ് ഒഴിച്ചാണ്. കാരണം ഞാൻ തികയത്തില്ലെന്ന് വിചാരിച്ചു കുപ്പി, പക്ഷെങ്കിൽ കറക്റ്റായിരുന്നു. മേളിൽ വരയ്ക്ക് നിൽക്കുന്നുണ്ട. നല്ല ഫ്രഷ് നെയ്യ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് പണി ചെയ്യാൻ എല്ലാവർക്കും സമയമില്ലല്ലോ, അതുകൊണ്ട് ഇത് ഈസി ആയിട്ടുള്ള പണി. ഇത് ചെയ്യുക, അടുക്കളപ്പണി പെട്ടെന്ന് തീർക്കുക. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ കടയിൽ വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ നല്ല കിടില നല്ല മഞ്ഞ കളറ് നെയ്യ് റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആരും മടി വിചാരിക്കേണ്ട കാര്യമേ ഇല്ല, അതിനുള്ള സമയമൊന്നും ഇല്ല. അത്രയ്ക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യ് പോലെ തന്നെയില്ലേ മക്കളെ, നോക്കാം നല്ല കളറും ആ കറക്റ്റ് ആ പരുവം. ഇത് നിങ്ങളെല്ലാവരും ചെയ്തിട്ട് വീട്ടിലേക്ക് ഉപയോഗിക്കുക, പൈസ ലാഭിക്കുക. അതാണ് അമ്മക്കിലേക്ക് പറയാനുള്ളത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങളെല്ലാവരും അമ്മക്കിലേക്ക് പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ. കൂട്ടുകൂടാൻ മറന്നു പോകരുതേ.